വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ജൂണിലുള്ള 2024 ജൂണിലുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പർ സോൾവ്ഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പോസ്റ്റർ ആൻഡ് ജെസ്ചർ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ഒരു വ്യക്തിയുടെ ബോഡിയിലുള്ള പൊസിഷൻസിനെയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഒരു വ്യക്തി നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഷോൾഡർ ഒക്കെ നല്ല രീതി സ്ട്രൈറ്റ് ചെയ്ത് സ്റ്റാൻഡിങ് സ്ട്രൈറ്റ് വിത്ത് ഷോൾഡർ ബാക്ക് ആണ് നിൽക്കുന്നതെങ്കിൽ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അയാളുടെ കോൺഫിഡൻസ് ആണ്. എന്നാൽ വൈൽ സ്ലൗച്ചിങ് മൈറ്റ് സിഗ്നൽ എ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ഇൻട്രസ്റ്റ്. എന്നാൽ അയാൾ കുഞ്ഞിനൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അതിന് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അയാൾക്ക് താല്പര്യമില്ല, അയാൾ കോൺഫിഡൻസ് ഇല്ല, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തി ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പൊസിഷൻസിൻ്റെ അയാളുടെ ബോഡിയുടെ പൊസിഷൻസിനെയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ജെസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മൂവ്മെൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ ഹാൻഡ് അല്ലെങ്കിൽ ആംസ് അല്ലെങ്കിൽ ബോഡി പാർട്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റിനെയാണ് ജെസ്ചർ എന്ന് പറയുന്നത്. ഒരാളൊരു അയാളുടെ തോട്ട്സോ അല്ലെങ്കിൽ ഫീലിങ്സോ അല്ലെങ്കിൽ ഇമോഷൻസോ കൺവേ ചെയ്യാൻ വേണ്ടി അയാൾ കൈകളുടെയും ശരീരഭാഗങ്ങൾ കൊണ്ടൊക്കെ മൂവ്മെൻറ്റ്സ് നടത്തുന്നതാണ് ജെസ്ചർ എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേവിങ് ചെയ്യുക, പോയിൻ്റ് ചെയ്യുക, ഷ്രഗിങ് ചെയ്യുക, ഇതൊക്കെയാണ് ജെസ്ചറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി കീ ഡിഫറൻസ്, പോസ്റ്റർ ഇസ് എ ഓവറോൾ ബോഡി പൊസിഷനിങ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ ബോഡി പൊസിഷനിങ് ആണ്. എന്നാൽ ജെസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് മൂവ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ബോഡി ടു കൺവേ മീനിങ്. അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി അയാളുടെ ബോഡി മൂവ്മെൻറ്റ്സിനെയാണ് ജെസ്ചർ എന്ന് പറയുന്നത്. അടുത്ത ഫോമൽ ആൻഡ് ഇൻഫോമൽ ചാനൽ കമ്മ്യൂണിക്കേഷൻസ്. കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്സ് ഉണ്ട്, ഫോമൽ ആൻഡ് ഇൻഫോമൽ. ഒരു ഹയറാർക്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ 2 ടൈപ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഫോമൽ ആൻഡ് ഇൻഫോമൽ. ഫോമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചേർഡ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഒരു സ്ട്രക്ചേർഡ് ആൻഡ് ഒഫീഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചേർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ടൈപ്പ് കമ്മ്യൂണിക്കേഷനെയാണ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആൻഡ് സ്ട്രക്ചേർഡ് ആയിരിക്കും, റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കും, ഇമെയിൽസും റിപ്പോർട്ട്സും മെമ്മോസൊക്കെ ഉണ്ടാവും, ബിസിനസ് റിലേറ്റഡ് ആയിരിക്കും, പ്രീ ഡിഫൈൻഡ് റൂട്ട്സ് ഉണ്ടായിരിക്കും. അടുത്ത ടൈപ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് എന്ന് പറഞ്ഞാൽ ഫ്രം ഹയർ ടു ലോവർ ലെവൽ, ഹയർ ലെവലിലുള്ള ഹയർ ലെവലിൽ ലോവർ ലെവലിലേക്കുള്ള ഹയറാർക്കിന്ന് ആ ഒരു ഓർഗനൈസേഷൻ മുകളിൽ താഴേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ലോവർ ടു ഹയർ ലെവൽ ആയിരിക്കും. ഫീഡ്ബാക്ക് ഓർ എംപ്ലോയി സജഷൻസ് ഒക്കെ ആയിരിക്കും അവിടെ നടക്കുക. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ പിയർ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ ആയിരിക്കും ഇതിൽപ്പെടുക. അതുപോലെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. പലതരം ഡിപ്പാർട്ട്മെൻറ്റ്സും പലതരം ലെവലുകളിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. എക്സാമ്പിൾ മാർക്കറ്റിംഗ് മാനേജർ വർക്കിംഗ് വിത്ത് IT. അഡ്വാൻറ്റേജ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഷെയറിങ്, ഒഫീഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്, ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ്, റെഡ്യൂസ് കൺഫ്യൂഷൻസ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മെമ്മോസ്, റിപ്പോർട്ട്സ്, ഇമെയിൽ, മീറ്റിംഗ്സ്. ഇൻഫോർമൽ ചാനൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിരിക്കില്ല, അൺഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആയിരിക്കും. പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെയോ സോഷ്യൽ ഇൻട്രാക്ഷൻസിൻ്റെയോ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അൺസ്ട്രക്ചേർഡ് ആൻഡ് സ്പോണ്ടേനിയസ് ആയിരിക്കും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല, സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇങ്ങനെ നിരന്തരമായി നമ്മൾ സാധാ സംസാരിക്കുന്നതാണ്. അതുപോലെ കാഷ്വൽ ആയിരിക്കും, കാഷ്വൽ ടോക്ക് ആയിരിക്കും, ക്വിക്ക് ആയിരിക്കും, അൺറെക്കോർഡഡ് ആയിരിക്കും, നോട്ട് ഡോക്യുമെൻറ്റ് ഓർ ഫോർമലൈസ്ഡ്. ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഫോർമൽ എന്ന് പറയുന്ന ടൈപ്പ്. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ വേർഡ് ഓഫ് മൗത്ത്. അൺഒഫീഷ്യലാണ്, വേർഡ് ഓഫ് മൗത്ത് ആണ്. എക്സാമ്പിൾ റൂമേഴ്സ്, ഗോസിപ്സ്. അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ കൊളീഗ്സ്. അഡ്വാൻറ്റേജ് സ്പീഡ് അപ്പ് ഇൻഫർമേഷൻ ഫ്ലോ, ബിൽഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഫോസ്റ്റർ പോസിറ്റീവ് വർക്ക് കൾച്ചർ, എൻകറേജ് ഐഡിയ ഷെയറിംഗ്, ക്രിയേറ്റിവിറ്റി. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ കോൺവെർസേഷൻ, റൂമർ, ചാറ്റ്സ് ആൻഡ് സോഷ്യൽ മീഡിയ. ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. എലാബറേറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്നതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ലൈഫ് ലൈൻ ആണെന്നുള്ളത് സമർത്ഥിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്
ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇത് അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് ലൈനായിട്ട്, ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ലൈനായിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാം. ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ അകത്തും അതുപോലെ പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ഇൻഫർമേഷൻ്റെ എക്സ്ചേഞ്ചിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. പ്ലേ എ വൈറ്റൽ റോൾസ് ഇൻ ബിസിനസ്. ഹൗ കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ബിസിനസ്. എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നതെന്നാണ്. മൂവ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻ എൻഷുർ ദ ടൈംലി ആൻഡ് എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ബോത്ത് വിത്തിൻ ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ പാർട്ടീസും. മൂവ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുകയാണ്. എന്താണ്? ടൈംലി ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ഓർഗനൈസേഷനിലും അതുപോലെ എക്സ്റ്റേണൽ പാർട്ടീസിലേക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് എത്തുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുകയാണ്. ദിസ് സ്പീഡ് അറ്റ് വിച്ച് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റ് ഡയറക്ട്ലി എഫക്ട് ദ സക്സസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ ബിസിനസ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസും അതുപോലെ ഫെയിലിയറും. അപ്പം മൂവ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇത് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ആവശ്യമുള്ളത് വായിച്ച് പഠിക്കുക. സ്മൂത്ത് റണ്ണിങ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് കമ്മ്യൂണിക്കേഷൻ അത്യന്താപേക്ഷിതമാണ്. കമ്മ്യൂണിക്കേഷൻ ആക്ട് ആസ് എൻ ലൂബ്രിക്കൻ്റ് ദാറ്റ് എൻഷുർ ദ സ്മൂത്ത് ഓപ്പറേഷൻസ്. കമ്മ്യൂണിക്കേഷൻ ഒരു ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യാണ്. ഒരു സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടിയുള്ള ഒരു ലൂബ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യുന്നൊരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. വെൽ കോർഡിനേറ്റഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഹെൽപ്സ് എലിമിനേറ്റ് കൺഫ്യൂഷൻ, റിസോൾവ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരു നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് കൺഫ്യൂഷൻസ് ഒഴിവാക്കും, അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കും, അതുപോലെ എല്ലാവരും ഇൻഫോംഡ് ആയിരിക്കും അബൌട്ട് ദ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസും ഗോൾസിനെ കുറിച്ച് എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രോപ്പർ പ്ലാനിങ്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്തിനാലും നമുക്കൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ ആവശ്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഡാറ്റാസ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസിഷൻ മേക്കിംഗ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ ബേസിക് ഓഫ് കോർപ്പറേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോസ്റ്റർ കോർപ്പറേറ്റിംഗ് എമംഗ് ദ എംപ്ലോയി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്തിനെ ഊട്ടിയുറപ്പിക്കുന്നു? എംപ്ലോയീസും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ കോപ്പറേറ്റീവായിട്ട്, കുറച്ചുകൂടെ സഹകരണ മനോഭാവമുള്ള ഒരു രീതിയിലുള്ള സഹകരണം അവർ തമ്മിലുണ്ടാവും. വെൻ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഫ്രീലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻഡിവിജ്വൽ വർക്ക് ടുഗെദർ ഹാർമോണിയസ്ലി. അവർ ഒത്തുചേർന്ന് ഒരുമിച്ച് ഒരു എഫക്റ്റീവ് ആൻഡ് ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഡിവിജ്വൽസ് തമ്മിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഒത്തൊരുമ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കോമൺ ഒബ്ജക്റ്റീവ്, കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടി അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു പ്രയത്നം ഉണ്ടായിരിക്കും. കോർഡിനേഷൻ. കമ്മ്യൂണിക്കേഷൻ എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ വെൽ ഇൻഫോംഡ് അബൌട്ട് ദ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. കോർഡിനേഷൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്താണ് എംപ്ലോയീസ് അവരുടെ ഓർഗനൈസേഷൻ്റെ ഗോളിനെ കുറിച്ചും സ്ട്രാറ്റജിനെ കുറിച്ചും അവർ വെൽ ഇൻഫോംഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. അതിലൂടെ കോർഡിനേഷൻ നടത്തുകയാണ്. അത് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ടീംസ്. ടീമും ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള കോർഡിനേഷൻ അവിടെ ഉറപ്പുവരുത്താണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ ബിൽഡിംഗ് മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ വിത്ത് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സച്ച് ആസ് ക്ലയൻറ്റ്, കസ്റ്റമർ, ഇൻവെസ്റ്റേഴ്സ് അറ്റ് ദ പബ്ലിക്. ഇപ്പം എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമേജ്, നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഇമേജ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് ആർക്കൊക്കെ ഇടയിലേക്ക്? കസ്റ്റമറിനും, ഇൻവെസ്റ്റേഴ്സിനും, അതുപോലെ ക്ലയൻസിനും, സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കും നമുക്ക് ഈ എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ നൽകുന്നതിലൂടെ ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഡേഴ്സിന് അവിടെയുള്ള ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് വരുത്തണം, എന്തൊക്കെ കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും സാധിക്കുന്നു. മെയിൻറ്റെയിനിങ് ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി
ഈ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ലെറ്റർ റേറ്റ് ചെയ്യാനോട് പറയുന്നത് ഒന്ന് ബാങ്കിലേക്കുള്ള റിക്വസ്റ്റ് ലെറ്ററാണ്. എന്തിന് 2000 റുപ്പീസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആനുവൽ മണി പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റോടുകൂടിയുള്ള ബാങ്കിലേക്കുള്ള ലെറ്ററും, അതുപോലെ റെയിൽവേ അതോറിറ്റിയിലേക്ക് പാർസൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റ് ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെയാണ്. കണ്ടൻറ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ടെക്സ്റ്റിൽ നമുക്ക് 2 ചാപ്റ്റർ ഇതിന് മാത്രം ഉണ്ട്. 2 ചാപ്റ്ററിനകത്ത് മാത്രം ഈ ലെറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ പാർട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ലെറ്ററിൻ്റെയും ഫോമാറ്റ് ഒരുപോലെയാണ്. ഫസ്റ്റ് ഫ്രം, പിന്നെ ടു, പിന്നെ ഇവിടെ കണ്ടൻറ്റിലാണ് മോസ്റ്റ്ലി ചേഞ്ച് വരിക. അപ്പം ഇവിടെ നമുക്ക് ബാങ്കിലേക്ക് ലെറ്റർ അയക്കുകയാണ്. ഫ്രം ആരാണ് അയക്കുന്നത് അയാളുടെ പേര്, സ്ഥലം, അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ ആർക്കാണോ അയക്കുന്നത് മാനേജർ, നമ്മൾ XYZ ബാങ്ക് ഡമ്മി ഇത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ മാനേജർക്ക് അയക്കുന്നത്. അപ്പം ടു മാനേജറിന് അയക്കുന്നത്. തുടങ്ങുക ഡിയസ്, എന്നിട്ട് നമുക്ക് നമ്മൾ കാര്യങ്ങൾ പറയുന്ന പൈസ എങ്ങനെ കിട്ടാനുണ്ട്, അപ്പോൾ അക്കൗണ്ട് നമ്പർ. ഇതിങ്ങനെ ബുള്ളറ്റിന് ഇടണമല്ല, ഇത് ഈ പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ബുള്ളറ്റ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് പാരാഗ്രാഫ് തന്നെ ഉൾപ്പെടുത്തണം. നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നെയിം, അക്കൗണ്ട് നമ്പർ, ഡമ്മി ആയിട്ടുള്ള അതുപോലെ എമൗണ്ട്, ക്ലബ്ബ് നെയിം, ഇതൊക്കെ ഒരു പാരയിൽ തന്നെ ഉൾപ്പെടുത്തുക. പിന്നെ ലാസ്റ്റ് താങ്ക് യു ഫോർ പ്രോംപ്റ്റ് അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നും പറഞ്ഞ് യുവർ ഫെയ്ത്ത്ഫുള്ളി രാമൻകുമാർ എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക. അതുപോലെ കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് നോൺ ഡെലിവറി ഓഫ് റെയിൽവേ പാർസൽ സെയിം ഫ്രം ടു നമ്മൾ ഡിയർ സർ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്താണ് പ്രശ്നം, നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പിന്നെ പറയാം ഇത് താങ്ക് യു ഫോർ യുവർ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നും പറഞ്ഞ് നമ്മൾ അത് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇവിടെ താഴെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്, ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഒരുപോലെയാണ്. കണ്ടൻറ്റ് ഇവിടെ വരുന്ന ഈ കണ്ടൻറ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അടുത്ത് വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് റിപ്പോർട്ട്, എക്സ്പ്ലെയിൻ ദെയർ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്. ബിസിനസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രക്ചേർഡ് ഡോക്യുമെൻ്റ് ആണ്. പ്രസൻസ് ഇൻഫർമേഷൻ ഓൺ സ്പെസിഫിക് ബിസിനസ് ടോപ്പിക്സ്, പ്രോബ്ലം ഓർ ഇഷ്യൂസ്. ഒരു ബിസിനസ്സിൻ്റെ സ്പെസിഫിക് ടോപ്പിക്കോ പ്രോബ്ലമോ ഇഷ്യൂസോ പ്രസൻറ്റ് ചെയ്യുന്നതിന്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻ്റാണ്, ഒരു സ്ട്രക്ചേർഡ് ഡോക്യുമെൻ്റാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് എന്തിന് യൂസ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും റെക്കമെൻഡേഷൻസിനൊക്കെ ഇത് യൂസ് ചെയ്യും. നേച്ചർ ഓഫ് ബിസിനസ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്, ഇവൻറ്റ്സ് ആൻഡ് ഒപ്പീനിയൻസ്. നമ്മുടെ റിപ്പോർട്ട് എപ്പോഴും ബേസ്ഡ് ഓൺ ഫാക്ട്സിനും ഇവൻറ്റ്സിനും ഒപ്പീനിയൻസിനും ബേസ്ഡ് ആയിട്ടുള്ള ഇതായിരിക്കും റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. സമ്മറൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിരിക്കും. റിപ്പോർട്ട്സ് കോൺഷ്യസ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ്, പ്രസൻറ്റിംഗ് മോസ്റ്റ് റിലവൻ്റ് ഇൻഫർമേഷൻ ഇൻ ലോജിക്കൽ ഓർഡർ. എന്താണ് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സ്നാപ്ഷോട്ട് ഓഫ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രൊവൈഡ്സ് ക്ലിയർ വ്യൂ ഓഫ് സിറ്റുവേഷൻ ഓർ എ പ്രോസസ് അറ്റ് ദ സ്പെസിഫിക് ടൈം. റിപ്പോർട്ട്സ് എന്ത് ചെയ്യുന്ന ഒരു ക്ലിയർ വ്യൂ ഓഫ് സിറ്റുവേഷൻ നൽകുന്നുണ്ട്. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. ഈ റിപ്പോർട്ട്സ് നമുക്ക് ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് സെർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഫ്യൂച്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൺവേ ഓഫ് ഇൻഫർമേഷൻ. റിപ്പോർട്ട് തീർച്ചയായിട്ടും അതിൻ്റെ എന്താണോ അതിൻ്റെ ഗോൾ അത് കൺവേ ചെയ്യണം. അത് എംപ്ലോയീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്തോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തോ ആർക്കാണോ മുമ്പിലാണ് നമ്മൾ ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്ത് അത് അവർക്ക് ആ ഒരു കാര്യം, ആ മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം റിപ്പോർട്ട്. ഹെൽപ്പ് മാനേജ്മെൻറ്റ് റിവ്യൂ ഓപ്പറേഷൻസ്, അതുപോലെ മെഷർ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഫെസിലിറ്റി നെസസറി ചേഞ്ചസ്, മെഷർ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതായിരിക്കണം ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് കോമൺലി യൂസ്ഡ് ഫോർ ബിസിനസ് പ്രസൻറ്റേഷൻ. ബിസിനസ് പ്രസൻറ്റേഷൻ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 183 പഠിച്ചിട്ടുമുണ്ട്. ടൈപ്പ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് കോമൺലി യൂസ്ഡ് ഫോർ ബിസിനസ് പ്രസൻറ്റേഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്, പ്രസൻറ്റേഷൻ ടൂൾ എന്തൊക്കെയാണ്. പവർ പോയിൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനേയും നമ്മുടെ ബിസിനസ് റിപ്പോർട്ട്സൊക്കെ തയ്യാറാക്കാൻ, പ്രസൻറ്റേഷനൊക്കെ നടത്താൻ വേണ്ടി. അതിൽ ടെക്സ്റ്റ്, ഇമേജ്, ഗ്രാഫിക്സ്, ആനിമേഷൻ, ട്രാൻസിഷൻ, കളർ സ്കീംസ് അങ്ങനത്തൊക്കെ ഉണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻഫോഗ്രാഫിക് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫോഗ്രാഫിക് പോസ്റ്റർ പോലെ തന്നെയാണ്, പക്ഷേ ലെസ് ടെക്സ്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കും. ഹെവി ടെക്സ്റ്റ് ഒന്നും അതിലുണ്ടാവില്ല, കൂടുതൽ വിഷ്വൽസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇതിൻ്റെ പിക്ചേഴ്സിൻ്റെ ഇതിൻ്റെ എക്സാമ്പിൾ പിക്ചേഴ്സൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്താണെന്നുള്ളത്. അടുത്ത ഫ്ലിപ്പ് ചാർട്ട്, വൈറ്റ് ബോർഡ്സ്, പേപ്പർ ഹാൻഡ് ഔട്ട്സ് നമ്മൾ
ഓഡിയൻസിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രസൻറ്റേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള അത് ആവശ്യമായിട്ടുള്ള സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ബിഫോർ ഓർ ആഫ്റ്റർ ടോക്ക്. ഒന്നെങ്കിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആയിട്ട് നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പേപ്പർ ഹാൻഡ് ഔട്ട്സ്, അതുപോലെ വീഡിയോ ക്ലിപ്സ്, ആർട്ട് എഫക്ട്സ് ഓർ പ്രോപ്സ് പ്രോപ്പർട്ടീസുകൾ, ആർട്ട് എഫക്ട്സ് ഇതൊക്കെ കൊണ്ടുള്ള പ്രസൻറ്റേഷൻസ്. അപ്പം ഇത്രയൊക്കെയാണ്. അടുത്ത വാട്ട് ഈസ് മീറ്റിംഗ്, വാട്ട് ഈസ് ദ റിക്വസിറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ്, ഓൾസോ എക്സ്പ്ലെയിൻ റൂൾ ഗവേണിംഗ് മീറ്റിംഗ്സ്. വാട്ട് ഈസ് മീറ്റിംഗ്, മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോമലോ ഇൻഫോമലോ ആയിരിക്കാം. ഫോമലോ ഇൻഫോമലോ ആയിട്ട് പീപ്പിൾ ഗ്യാദർ ചെയ്യുന്ന ഒന്നാണ്. ഒരു ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ സംസാരിക്കുന്നതിന് വേണ്ടി, ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഇൻഫോമലോ ഫോമലോ ആയിട്ട് ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന ഒന്നിനെയാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഗ്യാദർ ചെയ്യുന്ന ഒന്നിനെയാണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്പനീസിലും ഓർഗനൈസേഷൻസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ നടത്തി പോകുന്നുണ്ട്. ഇതിനൊക്കെ അതെന്തൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്, എന്തിനൊക്കെ കാര്യത്തിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനും നമ്മളെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടക്കാനും കോർഡിനേഷനൊക്കെ ഈ മീറ്റിംഗ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മീറ്റിംഗ് വാലിഡ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോപ്പർ കൺവേ ഓഫ് മീറ്റിംഗ്. ദ മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബൈ എ പേഴ്സൺ ഓർ എ അതോറിറ്റി ഹൂ ഈസ് ഡ്യൂലി ഓതറൈസ്ഡ്. ഈ മീറ്റിംഗ് വിളിക്കുന്നത് ആരായിരിക്കണം? അതിന് അധികാരപ്പെടുത്തിയ ഒരാളായിരിക്കണം ഈ മീറ്റിംഗ് വിളിക്കുന്നത്. നോട്ടീസ് ഓഫ് മീറ്റിംഗ്. മീറ്റിങ്ങിന് ആരൊക്കെയാണ് നമ്മൾ വിളിക്കേണ്ടത് അവർക്കൊക്കെ നമ്മൾ ആ ഇൻഡിവിജ്വൽസിനൊക്കെ നമ്മൾ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ടായിരിക്കണം, അവരറിയിച്ചിട്ടുണ്ടായിരിക്കണം. ലോഫുൾ ഓഫ് മീറ്റിംഗ് നടത്തുന്നത് ഒരു നല്ല സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള, ലോഫുള്ളി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള നിഷിദ്ധമായിട്ട് സ്ഥലത്തൊന്നും മീറ്റിംഗ് നടത്താൻ പാടില്ല. കോറം എന്ന് പറഞ്ഞാൽ മിനിമം ഓതറൈസ്ഡ് പീപ്പിൾസ് അവിടെ ഉണ്ടായിരിക്കണം. ഈ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് റിക്വയർഡ് ടു കണ്ടക്ട് എ ബിസിനസ്. ഒരു ബിസിനസ് മീറ്റിംഗ് ആണെങ്കിൽ അവിടെ ഓതറൈസ്ഡ് അധികാരപ്പെടുത്തിയിട്ടുള്ള മിനിമം ആൾക്കാർ എത്രയോ അത് അവർ അവിടെ ഉണ്ടായിരിക്കണം. പ്രിസൈഡിങ് ഓഫീസർ, അവിടെ ഒരു പ്രിസൈഡിങ് ഓഫീസർ ഉണ്ട്, അഥവാ ചെയർമാൻ അവിടെ അധികാരപ്പെടുത്തിയിട്ടുണ്ടാകും. അത് മീറ്റിംഗ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവർസീ ചെയ്യുന്നതിനും വേണ്ടി ഒരു ചെയർമാൻ ഉണ്ടായിരിക്കണം. റെഗുലേഷൻ ഓഫ് പ്രൊസീഡിങ്സ്. ദ പ്രൊസീഡിങ് ഓഫ് ദ മീറ്റിംഗ് മസ്റ്റ് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദ ഗവേൺ ദ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് നമ്മൾ പാലിക്കേണ്ട ചില റൂൾസുകളുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ മീറ്റിംഗ് എന്ത് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത്. മിനിറ്റ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിംഗ് മസ്റ്റ് ബി കെപ്റ്റ്. The minutes of the meeting should be accurately written, signed by chairman. അടുത്ത റൂൾസ് ഗവേണിംഗ് മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് ഉള്ള റൂൾസ് എന്തൊക്കെയാണ്? അപ്പം ഇവിടെ പറഞ്ഞിട്ട് മീറ്റിംഗ് എസ്പെഷ്യലി സ്റ്റാറ്റ്യൂട്ടറി ബോഡ്സ് ലൈക്ക് പാർലമെൻറ്റ് മീറ്റിംഗ്സോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലീസോ കമ്പനീസിൻ്റെയോ കോപ്പറേറ്റീവിൻ്റെയോ മീറ്റിംഗ്സിനൊക്കെ ഗവേൺഡ് ബൈ സ്പെസിഫിക് റൂൾസ്. അതിനൊക്കെ ഒരു സ്പെസിഫിക് റൂൾസ് ഉണ്ട്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് പാലിക്കേണ്ട ചില റൂൾസുകളുണ്ട്. അപ്പം അതനുസരിച്ച് മാത്രമേ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Adherence to legal rules. In case of statutory bodies, parliament, joint stock companies or cooperative society type meetings ആണെന്നുണ്ടെങ്കിൽ ഗവൺഡ് ബൈ സ്പെസിഫിക് റൂൾസ് സെറ്റ് ഔട്ട് ബൈ ലെജിസ്ലേഷൻ. അപ്പം അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില റൂൾസുകളുണ്ടാവും. ലെജിസ്ലേഷൻ സെറ്റ് ഔട്ട് ബൈ ലെജിസ്ലേഷൻ സച്ച് ആസ് കമ്പനീസ് ആക്ട് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. ഇപ്പം ഈ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്, കമ്പനി ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൽ അതും പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് കോപ്പറേറ്റീവ് കമ്പനീസൊക്കെ എങ്ങനെയാണ് എന്താണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഫ്രെയിം വർക്ക് ഉണ്ടാവും, ഒരു റൂൾസ് ഉണ്ടാവും. അതനുസരിച്ച് ആയിരിക്കണം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഇന്റേണൽ റൂൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഇഫ് സൊസൈറ്റി ഓർ അസോസിയേഷൻ has framed its own rules for conducting meetings, these rules must be followed unless they conflict with the legal requirement. ഇവിടെ സൊസൈറ്റിയും അസോസിയേഷനും അവർ സ്വന്തമായിട്ട് മീറ്റിങ്സിന് വേണ്ടിയുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അൺലെസ് അവിടെ ഒരു ലീഗൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് വരെയും ആ ടൈപ്പ് എന്താണോ അവർ പറഞ്ഞിരിക്കുന്ന റൂൾസ് അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഈ റൂൾസ് പറഞ്ഞിരിക്കുന്ന റൂൾസ് നമ്മൾ ഓൾറെഡി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, നമ്മളെ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കും. അപ്പം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. കസ്റ്റം ആൻഡ് കൺവെൻഷൻസ്. ഇഫ് നോ ഫോർമൽ റൂൾസ് ആർ സെറ്റ് ഐദർ ബൈ ലോ
or the organization meeting will generally follow the custom practice or conventions. ഇനി നമ്മുടെ ഓർഗനൈസേഷനിൽ അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഒരു റൂളും സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ സാധാരണഗതിയിൽ ഒരു മീറ്റിംഗ് നടക്കുക ആ രീതിയിലുള്ള റൂൾസ് അനുസരിച്ചിട്ടായിരിക്കണം മീറ്റിംഗ് നടത്തേണ്ടത്. ഡിസിഷൻ ഓൺ റൂൾസ്. In the absence of predefined rules or conventions, the members present at the meeting may collectively decide on the rule to be followed. If the members cannot reach agreement, the chairman of the meeting may make the final decision. ഇനി അവിടെ റൂൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് ഒരുമിച്ചിരുന്ന ഒരു ഡിസിഷനിലെത്താം. എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനത്തെ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്, മീറ്റിംഗ്സിൻ്റെ റൂൾസ് എങ്ങനെ വേണമെന്നുള്ളത് അവിടുത്തെ മെമ്പേഴ്സിന് ഡിസിഷൻ എടുക്കാം. മെമ്പേഴ്സിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയർമാന് അതിനുള്ള അധികാരമുണ്ട്. അടുത്ത് റൈറ്റ് എ നോട്ട് ഓൺ എനി ടു ഓഫ് ദ ഫോളോയിങ്. നോട്ട്സ് എഴുതാനാണ്. നോട്ട് ഓൺ ബിസിനസ് റിപ്പോർട്ട്. ബിസിനസ് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ബിസിനസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ബിസിനസ് റിപ്പോർട്ട് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് എഴുതുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അക്കോർഡിംഗ് ജോൺസ് ഇതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിപ്പോർട്ട് എന്താണെന്ന് എഴുതാം. കൺവേ ഓഫ് ഇൻഫർമേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ, ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, ട്രാക്കിംഗ് പ്രോഗ്രസ്സസ്. അതുപോലെ എസെൻഷ്യൽ ഓഫ് ഗുഡ് ബിസിനസ് റിപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കോൺഷ്യസ് ആയിരിക്കണം, റീഡബിൾ ആൻഡ് വെൽ ഫോർമാറ്റഡ് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്ട്രക്ചർ ഓഫ് ബിസിനസ് റിപ്പോർട്ട് ടൈറ്റിൽ പേജ് ഉണ്ടാവണം, ടേബിൾ കണ്ടന്റ് ഉണ്ടാവണം, എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, മെത്തഡോളജി ഉണ്ടാവണം, ഫൈൻഡിങ്സ് ഓർ റിസൾട്ട്സ് ഉണ്ടാവണം, ഡിസിഷൻ ഓർ അനാലിസിസ് ഉണ്ടാവണം, കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ്. ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് എഴുതുക. അപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതി വെക്കുക. 10 മാർക്കാണ്, 20 മാർക്കോ 10 മാർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വേണ്ടി വരും. അടുത്ത കോൺഫറൻസ് കോൾ. കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെലിഫോൺ കോളാണ്. ടെലിഫോൺ എന്താണ് കോൺഫറൻസ് കോൾ? നാല് കാര്യങ്ങൾ തന്നിരുന്നു. ഞാനിപ്പോൾ അതിൽ നിന്ന് 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ബിസിനസ് റിപ്പോർട്ടും പിന്നെ കോൺഫറൻസ് കോളും. കോൺഫറൻസ് കോൾ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കോളാണ്. അതിൽ ഒരുപാട് ആൾക്കാർക്ക് മൾട്ടിപ്പിൾ പീപ്പിളിന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ടെലിഫോൺ കോളാണ് കോൺഫറൻസ് കോൾ എന്ന് പറയുന്നത്. കോൺഫറൻസ് കോളിനാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഒരു ചെറിയ പാരാഗ്രാഫ് അതിനെക്കുറിച്ച് എഴുതുക. 2 ടൈപ്സ് കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് കോൾ ഉണ്ട്. 1 വേ കമ്മ്യൂണിക്കേഷൻ, 2 വേ കമ്മ്യൂണിക്കേഷൻസ്. യൂസ് ഓഫ് കോൺഫറൻസ് കോൾ ഇൻ ബിസിനസ്സിൽ എന്തൊക്കെ രീതിയിലുള്ള യൂസാണ് കോൺഫറൻസ് കോൾ കൊണ്ടുള്ളത്? ക്ലയൻറ്റ് മീറ്റിംഗ്സ്, സെയിൽസ് പ്രസൻറ്റേഷൻസ്, ടീം മീറ്റിംഗ്സ്, പ്രൊജക്റ്റ് അപ്ഡേറ്റ്സ്, ഇതിനൊക്കെയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കൺസിഡറേഷൻ ബിഫോർ മേക്കിംഗ് കോൺഫറൻസ് കോൾ. കോൺഫറൻസ് കോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, നടത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പർപ്പസ് ആൻഡ് സ്ട്രക്ചർ. എന്തിനാണ് നമ്മൾ ആ കോൾ ചെയ്യുന്നതിനുള്ള ഒരു പർപ്പസും സ്ട്രക്ചറും ഉണ്ടായിരിക്കണം. ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവണം. റോൾ ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവണം. ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവണം. അടുത്ത ടെക്നിക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഡയൽ ഇൻഫർമേഷൻ, ബാക്കപ്പ് പ്ലാന്, ഇൻട്രാക്ഷൻ. ഇത്രയും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പം കണ്ടക്റ്റിംഗ് ദ കോൺഫറൻസ് കോൾ, സ്റ്റാർട്ട് ദ കോൾ, ഫെസിലിറ്റേറ്റിംഗ് പാർട്ടിസിപ്പേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കോളിനെ കുറിച്ച് അറിയാം അതൊക്കെ ഇവിടെ എഴുതി വെക്കാം. അപ്പം അത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്.